പാലക്കാട് നടക്കുന്ന കോൺഗ്രസിലൊരു ഡ്രാമ നമ്മളെല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ ഇത് കേൾക്കുമ്പോൾ വളരെ ഒരു സർപ്രൈസ്ഡ് ഒന്നുമല്ല. കാരണം ഇത് കോൺഗ്രസിൻ്റെ ഒരു DNA ആണ്. എക്സ്പ്ലോയിറ്റേഷൻ, അഴിമതി, ഡൈനസ്റ്റി പോളിറ്റിക്സ്, ഈ മൂന്നും അതിൻ്റെ ഒപ്പം ഭീകരരാഷ്ട്രം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു DNA-യിലാണ്. അപ്പോൾ ഇന്ന് ഈ പുള്ളിക്കാരനാണ്, അതിനു മുമ്പ് വേറെ ആരായിരുന്നു? ഇത് ഇവരുടെ പാർട്ടീൻ്റെ ഒരു രീതിയും സംസ്കാരമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയുന്നു, പാർട്ടി പറയുന്നു. ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല, ഇത് സത്യമാണ്. പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു, ഓക്കെ, അത് അവരുടെ ഇന്റേണൽ ഡിസിഷൻ. പക്ഷെ പാലക്കാടിന് ജനങ്ങൾക്ക് ഒരു അവകാശമാണ്, ഒരു ക്ലീൻ നോൺ എക്സ്പ്ലോയിറ്റിംഗ് MLA വേണം. അപ്പോൾ MLA പദ്ധതിയിൽ നിന്ന് രാജിവെക്കണമെന്ന് പാലക്കാട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അതിൽ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് പോകും. MLA പൊസിഷന് ഇയാൾ രാജിവെക്കണം. ഒരു പബ്ലിക് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഇത് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? CPM-കാരും ചെയ്തു. അപ്പോൾ CPM-കാർ ചെയ്താൽ ഇത് സത്യമായോ, ശരിയായോ, കറക്റ്റായോ? അപ്പോൾ പാർട്ടീൻ്റെ ഇതിൻ്റെ കുറിച്ച് പറയാനുള്ളത് ഇതാണ്, MLA സ്ഥാനത്ത് നിന്ന് ഇയാൾ രാജിവെക്കണം. ഇതാണ് ശരിക്കും മൊറാലിറ്റിയും കറക്റ്റ്നെസ്സും ഡിക്റ്റേറ്റ് ചെയ്യുന്നത്.